ഞാനിപ്പോൾ ഈ ഫോറം മോളിൽ വന്നതാണ്. അപ്പോൾ അവിടെ അഡാപ്റ്റത്തോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഫോറം മോളും അതുപോലെ തന്നെ മറ്റ് ഈ ആനിമൽ റെസ്ക്യൂ ചെയ്യുന്ന NGOs ഒക്കെ കൂടെ ചേർന്ന് നടത്തുന്ന ഈ റെസ്ക്യൂ ചെയ്ത പട്ടി പൂച്ച അതിനെയൊക്കെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നും നാളെയും ഇവിടെ നടക്കുന്നുണ്ട് ഈ പരിപാടി 2021 അപ്പോൾ ആർക്കെങ്കിലും പട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് ചെയ്യാം, അല്ലെങ്കിൽ വേണേൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ പട്ടികളെ കണ്ടല്ലോ, ഇതിനകത്ത് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ എത്തും. ഇത് കൊച്ചിയിലെ ഫോറം മോളിലാണ് നടക്കുന്നത്. ഇത് നമ്മളുടെ ഒരു അഡാപ്റ്റത്തോൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഫോറം അഡാപ്റ്റത്തോൺ ആണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. ഈ പ്രോഗ്രാം നടക്കുന്നത് ഫോറം മാളിലാണ്, കൊച്ചിയിലെ ഫോറം മാളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഫോറം, പിന്നെ ആരോ എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടുന്ന NGO, അതുപോലെ ഹ്യൂമാനിറ്റി ഫോർ ആനിമൽസ്, ഞങ്ങൾ ഈ രണ്ട് NGOs കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. നമ്മളിതിൽ ചെയ്യുന്നത് അതായത് തെരുവിലൊക്കെ അലഞ്ഞു നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള ജീവികളെ ഞങ്ങൾ രക്ഷിച്ച് അവരെ വീണ്ടും പുനരുദ്ധീവസിപ്പിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും ആളുകൾക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ ഒരു പ്രോഗ്രാമിൽ അതായത് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ പലരും വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കാതെ അവർക്ക് നല്ലൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രോഗ്രാമാണിത്. ഞങ്ങളിവിടെ കൊണ്ടുവന്നതിൽ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിലും ഞങ്ങൾക്ക് കിട്ടിയ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്. അതല്ല, ഇപ്പോൾ ആരെങ്കിലും ഉപേക്ഷിക്കുന്ന ഒരു അവസരം അവർക്ക് ഉണ്ടായെന്ന് കരുതുക. ഇപ്പോൾ ഏതെങ്കിലും പട്ടിക്കുഞ്ഞ് പൂച്ചക്കുഞ്ഞ് ഉണ്ടായ ഇത് ആരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ചെന്നെടുക്കുമോ? നമുക്ക് നിലവിൽ നമുക്ക് ചെന്ന് എടുത്തുകൊണ്ട് മാറ്റാനുള്ളൊരു സംവിധാനം ഇല്ല. ഇനി എടുക്കുന്നില്ലെന്ന് തന്നെ കരുതുക, അവിടെ തന്നെ അവിടെ നിർത്തിക്കൊണ്ട് ഇതിനെ വേറെ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ മാറ്റി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫേസ്ബുക്കിൽ നമ്മളിത് പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതല്ലാതെ തന്നെ പിന്നെ അല്ലാതെ ഇങ്ങനത്തെ ഷോ ഒക്കെ വന്നാൽ അവിടെ നിന്നാണെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് വന്ന് വേണമെങ്കിൽ അതെ കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ആരെങ്കിലും കളയുന്നതിന് മുമ്പ് അറിയിച്ചാലും മതി. അതെ, നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കും. അറ്റ്ലീസ്റ്റ് അവരൊന്ന് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്തു. ഈ പറഞ്ഞ ഈ കൊണ്ടുവന്നേക്കുന്ന ഈ ഡോഗ്സിലേക്ക് നിങ്ങൾ വാക്സിനേഷനും അതും ഇതൊക്കെ എടുത്തിട്ടാണോ? ആക്ച്വലി മെയിനായിട്ടുള്ള ഡോഗ്സിനെല്ലാം വാക്സിനേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. റാബീസിൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞതാണ്. മൾട്ടി കമ്പോണൻറ്റ് അഡോപ്റ്റ് ചെയ്യുന്നവർക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഇനിയിപ്പം വാക്സിനേറ്റ് ചെയ്യാത്ത ഡോഗ്സിനെ ആരെങ്കിലും ഇവിടെ തേർഡ് പാർട്ടി കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് അവർക്ക് വാക്സിൻ എടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവരുടെ കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവരുടെ ഡോക്ടേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ചെക്ക് ചെയ്തിട്ട് വാക്സിൻ എടുക്കണമെങ്കിൽ വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ആക്ച്വലി ഞങ്ങളുടെ ഒരു NGO ആണ്, ആരോ എന്നാണ് പേര്, ആനിമൽ റെസ്ക്യൂ റീഹാബിലിറ്റേഷൻ ആൻഡ് ഓവറോൾ വെൽനെസ്. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉണ്ട്. നമ്മളുടെ ഹെഡ് ഓഫീസ് വരുന്നത് തിരുവല്ലയാണ്. തിരുവല്ല ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇന്ന് ഒരു കൊച്ചിയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മോൾസ് അതിനെ സ്വന്തം ഒരു കാര്യമായി എടുത്ത് പ്രൊമോട്ട് ചെയ്ത് അവരുടെ ഫസ്റ്റ് എവർ പെറ്റ് അഡോപ്ഷൻ ഡ്രൈവ് നടത്താൻ ഒരു മനസ്സ് കാണിച്ചല്ലോ. ഐ താങ്ക് യു ഫോർ ഇറ്റ് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്, because it is such a big thing. Can we please give a big loud കയ്യൊന്ന് അടിക്കാമോ? നന്നായിരിക്കും. Thank you so much. It makes a world of a difference because we have a lot of animals. നമ്മളുടെ സ്ട്രീറ്റ്സിലെ ആനിമൽസ് ഉള്ളൊരു പ്രശ്നം നമുക്കൊക്കെ അറിയാം. We want to reduce the problem. ആ പ്രോബ്ലം റിഡ്യൂസ് ചെയ്യാൻ several methods ഉണ്ട്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് 1 റോഡിൽ വേസ്റ്റ് ഇടാതിരിക്കുക, 2 അഡോപ്റ്റ് ചെയ്യുക, 3 അവരെ ഉപദ്രവിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇഞ്ചേർഡ് ആയിട്ടുള്ള വല്ല കേസസ് ഉണ്ടെങ്കിൽ ആരോസിനെയോ HFAയോ ഇവിടെ വേറെ നിരവധി NGOs ഉണ്ട്, ഞങ്ങളെ കണ്ടുപിടിക്കുക. ബട്ട് അതർവൈസ് ജസ്റ്റ് ലീവ് ദം അലോൺ. ഇഫ് യു കാൺട്ട് ഹെൽപ്പ് we understand, but at least ഇവിടെ you're all here makes me very very happy. എന്നെ ഇതിലേക്ക് വിളിച്ചത് HFAനെ ഇതിലേക്ക് വിളിച്ചത് ആരോസ് ആണ്. സോ ആരോസ് വഴിയാണ് ഫോറം കൊച്ചിയുടെ ഈ അഡോപ്റ്റത്തോൺ ഇവന്റ് ഭാഗമായത്. സോ I'm going to hand the mic over to Sinu. ഹായ്, ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. എസ്പെഷ്യലി ഒരു 2-3 വർഷം മുമ്പ് ഫോറം ബാംഗ്ലൂരിലെ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഐ എം സോ താങ്ക്ഫുൾ ടു ഫോറം. താങ്ക് യു. ഐ കുഡ്ന്റ് ബി പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ അറിയുന്നത്. ആൻഡ് ഐ എം റിയലി ഹാപ്പി. കാരണം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മോളാണത്. ഐ തിങ്ക് ഇറ്റ്സ് വെരി പ്രോമിസിങ്. നമ്മൾ ഗൂഗിൾ മാപ്പ് തൊട്ട് നോക്കേണ്ട ആവശ്യമില്ല. അത് ഒരു മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ യു കെൻ സീ ഓൾ ദി സ്റ്റോഴ്സ്. സോ ദാറ്റ് ഈസ് വെരി വെരി കംഫർട്ടിങ്. അപ്പോൾ അവർ തന്നെ മുൻകൈ എടുത്തിട്ട് നമ്മുടെ ലിറ്റിൽ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സംഭവം വലിയൊരു കാര്യമാണ്. ശരിക്കും ഞാൻ ഇന്ന് രാവിലെ ഷെയർ ചെയ്ത ഒരു മെസ്സേജ് അതായിരുന്നു, നമുക്ക് തന്നെ ചൂടെടുത്തിട്ട് നിൽക്കാൻ വയ്യ. നമ്മുടെ
ഹൗ വിൽ ഓൾ ദി ആനിമൽസ് സർവൈവ്? നമുക്ക് തന്നെയല്ലേ എന്ത് ഒരു